സ്നേഹത്തോടെ പെൺകുട്ടിയുടെ വായിലേക്ക് കുറച്ച് ബീഫ് വെച്ച് കൊടുത്താൽ അതെങ്ങനെ വിദ്വേഷവും അതെങ്ങനെ പ്രൊപ്പഗണ്ടയും അതെങ്ങനെ വർഗീയതയുമാവും. ഒരു പച്ച വർഗീയത എന്ന പേരിൽ ഒരുപാട് ആളുകൾ പുലമ്പുന്നു. മീഡിയകളിലും വാർത്തകളിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നു. നമ്മുടെ സ്നേഹത്തോടെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. അവരത് വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിക്കാറുണ്ട്. അത്തരം സമീപനമായിട്ട് കണ്ടാൽ മാത്രം പോരെ ഈ രംഗത്തെ. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു പക്ഷേ ആ കുട്ടിക്ക് ബീഫ് കഴിക്കുന്നതിനോട് അലർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ നിർബന്ധിച്ച് കഴിക്കുന്നതാവും. ഈ കൊടുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും. അത്തരം ഒരു ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഈ കേരളത്തിലെ നിഷ്കുക്കളായ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം 10-15 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം കണ്ട് ജീവിക്കുന്ന ഒരാൾ, അരിയാഹാരം തിന്ന് ജീവിക്കുന്ന ഒരാൾ, ഇത്തരം രംഗങ്ങളൊക്കെ കേരള 1 പോലുള്ള ഒരു സിനിമ ഇറങ്ങി ഇന്ത്യയിൽ കേരള സ്റ്റോറി 2 ഇറങ്ങുമ്പോൾ ഇത്തരം രംഗങ്ങളല്ലേ ഉള്ളൂ എന്ന് കരുതി ആശ്വസിച്ചിരിക്കുകയാണ് ഞാൻ. കാരണം ഇതിലും വലിയ രംഗങ്ങൾ, ഇതിലും വലിയ മാർക്കറ്റിംഗ്, വൃത്തികെട്ട തന്ത്രം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ നിലവാരം പോലും ഇല്ലാത്ത ഇത്തരം സിനിമകൾ, ഇത്തരം രംഗങ്ങൾ, വർഗീയപരമായിട്ടുള്ള രംഗങ്ങൾ കുത്തിക്കയറ്റിയാലേ ആ ഒരു സിനിമയ്ക്ക് മാർക്കറ്റ് ഉണ്ടാവുമെന്നും ആ ഒരു സിനിമ പ്രത്യേക പ്രൊപ്പഗണ്ടയുടെ പുറത്ത് ഓടപ്പെടുകയുള്ളൂ എന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടോക്സിക്കിൽ ഒരു രംഗം നമ്മൾ കണ്ടതാണ്. അത്തരം രംഗങ്ങളൊക്കെ കാണിച്ചാൽ മാത്രമേ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രചാരം കിട്ടുകയും സിനിമയ്ക്ക് മുമ്പേ ആ ഒരു സിനിമയെ ഒരു വിവാദമാക്കി ആ ഒരു സിനിമേൻ്റെ മാർക്കറ്റിംഗ് ലെവലിൽ ആ ഒരു സിനിമയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ കണ്ടാൽ മതി ഇത്തരം സിനിമകളെയും ഇത്തരം സിനിമ രീതികളെയും. നമുക്കറിയാം സെൻസറിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ജനനായകൻ സിനിമയുമായിട്ടുണ്ട്. അവർ എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കുന്ന സിനിമകളെല്ലാം അത് വിലക്കുകയോ കോടതി വ്യവഹാരങ്ങൾ പെടുത്തുകയോ അതിൽ ഒരുപാട് കട്ടുകൾ നിർദ്ദേശിക്കുകയോ ചെയ്യുമ്പോൾ ആ സിനിമ അതിൻ്റെ കലാമൂല്യം നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ ഇറക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യയിലെ നിലവിലെ സിനിമ സംസ്കാരം മാറിയിരിക്കുന്നു. അവരെന്ത് യഥേഷ്ടം ഈ ഇന്ത്യയിൽ റിലീസ് ചെയ്യാം എന്ന് അവർ വിചാരിക്കുന്ന സിനിമകളെല്ലാം അതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാവുന്നു അല്ലെങ്കിൽ സെൻസിറ്റീവായ വിഷയമാണോ എന്നൊന്നും നോക്കാതെ വളരെ യഥേഷ്ടം ഈസി ആയിട്ട് ഇന്ത്യയിൽ റിലീസ് ചെയ്യപ്പെടുന്നു. അത് ഹിസ്റ്ററിയെ വളച്ചൊടിക്കുന്നു. ഒരുപാട് മൂല്യങ്ങളെ, കലാമൂല്യമില്ലാ സിനിമകൾ യഥേഷ്ടം റിലീസ് ചെയ്യുന്നു. അത്തരം സമീപനങ്ങളൊക്കെ, അത്തരം പ്രവണതകളൊക്കെ ഇന്ത്യയിൽ കൂടിയിരിക്കുന്ന ഈ സമയത്ത് കേരള സ്റ്റോറി പോലുള്ളൊരു പ്രൊപ്പഗണ്ട സിനിമയിൽ ഇത്തരം രീതി ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് മുന്നേ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമാണ്. ഇത്തരം ഒരു പ്രൊപ്പഗണ്ട രീതികളൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുമ്പോൾ ഇതൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മുടെ ചാനലിൽ ഒരു സിനിമ റിലേറ്റഡ് ചാനലായതുകൊണ്ടും സെൻസറിങ് പ്രശ്നങ്ങളും ഇത്തരം വിഷയങ്ങളെല്ലാം, പൊളിറ്റിക്കൽ ഒരു വിഷയങ്ങളും എല്ലാം വരുന്നത് സിനിമയിലേക്കാണെന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സിനിമയിലേക്ക് ഇത്തരം രംഗങ്ങൾ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സിനിമ കൊണ്ട് പാവപ്പെട്ടവൻ മുതൽ അങ്ങ് തലപ്പത്തിരിക്കുന്ന പണക്കാരനിലേക്ക് വരെ ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു സിനിമയെ കൊണ്ട് ഈസിയായി വളരെ ഫലപ്രദമായി, വളരെ പവർഫുള്ളായിട്ട് ഒരു അജണ്ട, ഒരു പ്രൊപ്പഗണ്ട നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന സിനിമകളുടെ എല്ലാം കോറെടുത്ത് നമുക്ക് പരിശോധിച്ചാൽ ചില സിനിമകൾ അവർ കട്ട് ചെയ്യുകയും സെൻസർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചില സിനിമകൾ വളരെ ഹിസ്റ്ററിയെ വളച്ചൊടിച്ച് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക ഉദ്ദേശം ഒരു ഇന്ത്യയിൽ ഇറങ്ങുന്ന സിനിമകളിലെല്ലാം വ്യാപിക്കുമ്പോൾ ഒരു സിനിമ എന്നൊരു പവർഫുൾ മാധ്യമത്തിനുള്ളൊരു സ്വാധീനം, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം രീതികളെല്ലാം ജനങ്ങളിലേക്ക്, ജനങ്ങളുടെ മനസ്സിനെ, വൈകാരികമായി ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ തലയിലേക്ക് കുത്തി നിറക്കുന്നത് ഇത്തരം സിനിമകളിലൂടെ ചെയ്യാൻ ഈസിയായി സാധിക്കുമെന്നുകൊണ്ട് തന്നെയാണ്. കേരള സ്റ്റോറി ആ ടൈറ്റിൽ തന്നെയുണ്ട്. ഒരു സൗത്ത് ഇന്ത്യൻ റീജിയനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഒരു കേരള സ്റ്റോറി എന്നൊരു പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ പിടിച്ചാൽ പൊള്ളുമെന്ന് അവർക്കറിയാം. ഇപ്പോൾ നിലവിൽ ഒരു കേസ് കേരളം ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ആ ഒരു ടൈറ്റിൽ പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു സമീപനം, ഒരു നമ്മുടെ സംസ്ഥാനത്തെ കൊച്ചാക്കുന്ന ഒരു വൃത്തികെട്ടൊരു സമീപനം, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത ഇത്തരം സിനിമകൾ, ഇത്തരം കലാമൂല്യം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇത്തരം സിനിമകൾ, അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി സെല്ല് ചെയ്യപ്പെടണമെങ്കിലും ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാക്കണമെങ്കിലും ഇത്തരം രംഗങ്ങൾ, ബീഫ് വായിലേക്ക് കുത്തിക്കയറ്റുന്ന രംഗങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ അറിഞ്ഞില്ല, ഇത്തരം രംഗങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാവും. ഇതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ ഉള്ള, ഇതിൻ്റെ സിനിമയെ അനുകൂലിക്കുന്നവർ മുതലെടുപ്പ് നടത്തും, സിനിമയെ പ്രതികൂലിക്കുന്നവർ മുതലെടുപ്പ് നടത്തും. അപ്പോൾ ഒരുപാട് ശക്തികൾ ഇതിൻ്റെ പേരിൽ ഇത്തരം സിനിമകൾ ഇറങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട്. ഒരു കൂട്ടർ മാത്രമല്ല, മറ്റേ കൂട്ടരും ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അവരിത് പ്രചരിപ്പിക്കും. അവർ പ്രചരിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഈ സിനിമയെ പ്രതിരോധിക്കുന്നവർ പ്രചരിപ്പിക്കും. ഇത്തരം രംഗങ്ങളാണ്, ഇത്തരം സിനിമകളൊക്കെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് മറ്റേ വർഗീയ വിദ്വേഷം കുത്തിവെക്കാൻ ഇത്തരം സിനിമകളെ കൊണ്ട് സാധിക്കും. അതൊരു പ്രൊപ്പഗണ്ടയായിട്ട്
നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ നമുക്കത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു മധ്യപ്രദേശ് രാജസ്ഥാനിലുമൊക്കെ നടക്കുന്ന കഥ പോലെ കാണിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സിനിമയുടെ പേര് കേരള സ്റ്റോറി എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത് കേരളത്തെ അപമാനിക്കാനാണ്. നമ്മളെ മറ്റുള്ള സംസ്ഥാനക്കാരുടെ മുന്നിൽ വളരെയധികം അപമാനിക്കാൻ ഇത്തരം സിനിമകൾ കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു നിഷ്കളങ്കമായ ചില ചോദ്യങ്ങൾ ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ബീഫ് ഇത്തിരി കൊടുത്താൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അവരോട് പറയേണ്ടത്? അപ്പോൾ അവർക്ക് കാണാൻ ഇഷ്ടമുള്ള സിനിമകളൊക്കെ യഥേഷ്ടം ഇറക്കുകയും കാണാൻ താല്പര്യമില്ലാത്ത സിനിമകളൊക്കെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, ഒരു പ്രവണത ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇറാൻ പോലുള്ളൊരു രാജ്യത്ത് ആദ്യം അവർ കൈകടത്തിയത് ഈ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ഒരു എന്ത് സംസാരിക്കരുത് എന്ന് അവർ ചിന്തിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും കൂട്ടർ ഉണ്ടെങ്കിൽ അത് ആദ്യം നിരോധിക്കുക എന്നുള്ളൊരു സമീപനം അവർ നടത്തിയിരുന്നു. അപ്പോൾ ആദ്യം ഈ വിലക്ക് വീണതും ബാൻ ചെയ്യപ്പെടുന്നതും സിനിമകളായിരുന്നു. ഏറ്റവും ക്വാളിറ്റിയിൽ ഇറങ്ങിയിരുന്ന സിനിമകളാണ് ഇറാനിയൻ സിനിമകൾ. അപ്പോൾ അത്തരം സിനിമകളെ ഒരു മറ്റ് ജനങ്ങളിലേക്ക് ഈസി ആയിട്ട് അവരുടെ ആശയങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഇത്തരം സിനിമകളെ ബ്ലോക്ക് ചെയ്യുന്നതിലൂടെ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ നാക്കിന് വിലങ്ങാകാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം സിനിമകളും ഇത്തരം ബുക്കുകളും ഇത്തരം കലാമൂല്യമുള്ള പലതിനെയും അവർ ബ്ലോക്ക് ചെയ്യും. നമുക്കറിയാം, ഈ റേഡിയോ പോലെയോ അല്ലെങ്കിൽ TV പോലെയോ ഒരു ബുക്ക് പോലെയോ അല്ല സിനിമ ഈസി ആയിട്ട് എല്ലാവരിലേക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. വളരെ പവർഫുള്ളായിട്ട് അവരുടെ പ്രൊപ്പഗണ്ട, അവരുടെ അജണ്ടയൊക്കെ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ശക്തി. സിനിമ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോ ഞാൻ ചെയ്തത് നമ്മുടെ ഈ ചാനലിൽ സിനിമയുടെ ഭാഗമായതുകൊണ്ടാണ്. അപ്പോൾ കേരള സ്റ്റോറി പോലുള്ളൊരു സിനിമ ഇറങ്ങട്ടെ. നമുക്ക് ബാക്കി ഇതിലും വലിയൊരു രംഗങ്ങളൊക്കെ ഒരുപക്ഷെ സിനിമയിലുണ്ടാവും. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ സംയമനത്തോടെ കാണുകയും ഇത്തരം ഈ പ്രൊപ്പഗണ്ടകളെ ഗൗരവത്തോടെ കാണുകയും കൃത്യമായ പുച്ഛത്തോടെ തള്ളിക്കളയുകയും ചെയ്യണം. ഇതിൻ്റെ പേരൊന്നും തല്ലി പിടിച്ച് കളയേണ്ടതല്ല നമ്മുടെ ജീവിതവും നമ്മുടെ സമയവും. അത് നമ്മുടെ ചാനലിലുള്ളവർ കൂടി അറിഞ്ഞിരിക്കണം എന്നതിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.